ഹലോ വെൽക്കം ടു എയർകിഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ പടം വേറെ ലെവൽ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ പടം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നിറയെ പേര് ചോദ്യമാണ് ഇനി ഈ ഗോഡ്സില എക്സ് കോങ്ങുമായി ബന്ധപ്പെട്ട് മൂവീസൊക്കെ വരുമോ. അപ്പോൾ അതിനെ പറ്റി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന ഈ മോൺസ്റ്റർവേഴ്സിലെ ചില പ്രോജക്ട്സുകൾ ഏതൊക്കെയാണ്. സോ അതിൽ ഏതൊക്കെ പ്രോജക്ട്സിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റിംഗ്, പിന്നെ വരാൻ സാധ്യതയുള്ള ചില പ്രോജക്ട്സ് അതിനെ പറ്റിയൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ചിലതൊന്നും കൺഫേം ഒന്നും അല്ല, ചിലതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, സോ വീഡിയോ ഫുൾ കണ്ടിട്ട് ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. അപ്പോൾ നേരെ വീഡിയോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്, പിന്നെ സ്കൾ ഐലാൻഡ് ആ ഒരു സീരീസിൻ്റെയും സീസൺ 2 എന്തായാലും വരും. അതിൽ ഫസ്റ്റ് തന്നെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ സീസൺ 2 വരും. അത് ഒഫീഷ്യലി ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. സീസൺ 2 ഉടനെ വരുന്നതായിരിക്കും. അപ്പം സീസൺ 2 എങ്ങനത്തെ സ്റ്റോറിയൊക്കെ വരാൻ പോകുന്നതൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഹോളോ എർത്തിൽ വന്ന ലീഷ എന്ന ക്യാരക്ടർ പെട്ട് കിടക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് സ്റ്റോറി വരാൻ ചാൻസസ് ഉണ്ട്. ഇവരൊക്കെ ആ ക്യാരക്ടറിനെ എങ്ങനെ രക്ഷപ്പെടുത്തും, ആ ഒരു രീതിയിലൊക്കെ സ്റ്റോറി പോകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സീസൺ 1 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഹ്യൂമൻസിനെയാണ് അധികവും ഫോക്കസ് ചെയ്തത്, മോൺസ്റ്റേഴ്സിനെ വലുതായിട്ട് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം സീസൺ 2 കുറച്ച് പുതിയ മോൺസ്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്നാൽ കൊള്ളാം. ചിലപ്പോൾ ഗോഡ്സിലൊക്കെ ഓഫ് കോഴ്സ് വരാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കുക. ഞാൻ തന്നെ സീസൺ 2 വെയിറ്റിംഗ് ആണ്. സോ ഉറപ്പായിട്ട് മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ സീസൺ 2 വരും, ഇപ്പം കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വന്ന് കോങ്ങിൻ്റെ ഒരു സ്കൾ ഐലാൻഡ് എന്ന് പറഞ്ഞൊരു അനിമേറ്റഡ് സീരീസ് വന്നിട്ടുണ്ടായിരുന്നു സീസൺ 1 വെച്ച്. അപ്പോൾ അതിൻ്റെ സീസൺ 2 വരാൻ സാധ്യതയുണ്ട്. ഇത് വന്ന് ക്യാനോൺ ആണോ എന്താണെന്ന് അറിഞ്ഞൂടെ, ബട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സീസൺ 2 എന്തായാലും വരും. കാരണം സീസൺ 1 വന്ന സ്ഥിതിക്ക് സീസൺ 2 എന്തായാലും ഉണ്ടാവും. ആൻഡ് ഇപ്പം വന്ന് ഈ ഒരു മോൺസ്റ്റർവേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സ് ആക്കിയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പം വന്ന് ഇവർ അധികവും നമ്മുടെ ഗോഡ്സിലേക്കും കോങ്ങിനും മാത്രമാണ് ഫോക്കസ് ചെയ്ത് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനും വെച്ചും ചില മൂവീസൊക്കെ വന്നാൽ കൊള്ളാമെന്ന് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് ഇപ്പം മോൺസ്റ്റർവേഴ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിറയെ മോൺസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം റോഡനുണ്ട്, മോത്രയുണ്ട്, പിന്നെ ബെഹിമത്തുണ്ട്, അങ്ങനെ കുറേ മോൺസ്റ്റേഴ്സൊക്കെ ഉണ്ട്, കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചൊരു പ്രോജക്റ്റ് ഇറക്കിയാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ ഇതൊരു വലിയ യൂണിവേഴ്സായിട്ട് എക്സ്പാൻഡ് ആവും. അപ്പം മോത്രയെ വെച്ചൊരു പ്രോജക്റ്റ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൾറെഡി ഒരു പ്ലാൻ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം വന്ന് ഗോൾഡൻ മോത്രയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. സോ മോസ്റ്റ്ലി മോത്രയെ വെച്ചൊരു പ്രോജക്റ്റ് ചിലപ്പം വരാൻ ചാൻസസ് അധികമായിട്ടാണ് ഉള്ളത്. പിന്നെ റോഡനെ വെച്ചൊക്കെ വരാനും സാധ്യതയുണ്ട്. വന്നാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ വന്ന് ഈ ഒരു ഗോഡ്സില എക്സ് കോങ്ങിൻ്റെ ഡയറക്ടർ തന്നെ ഒരു കാര്യം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വരുന്ന മൂവിയിൽ വന്ന് നമ്മുടെ ഗോഡ്സിലേക്കായിരിക്കും ഫോക്കസ് ചെയ്ത് സ്റ്റോറി പറയാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഗോഡ്സില എക്സ് കോങ്ങിൻ്റെ ഒരു സീക്വൽ വരും. ബട്ട് അതിന് മുമ്പായിട്ട് ഇടയ്ക്ക് വെച്ച് തന്നെ കോങ്ങിനും ഗോഡ്സിലേക്കും ഒരു സോളോ പടം ഇവരെന്തായാലും കൊടുക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് മിക്കവാറും ഗോഡ്സിലേക്കായിരിക്കും ഒരു പടം വരാൻ പോകുന്നതാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഗോഡ്സില ഭയങ്കര പവർഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം സർഫേസ് എർത്തിൻ്റെ ഒരു പ്രൊട്ടക്ടറായിട്ടാണ് ഗോഡ്സിലുള്ളത്. അപ്പം ആ ഒരു ഗോഡ്സിലെ ഫോക്കസ് ചെയ്ത് ഒരു സ്റ്റോറി വരാൻ ചാൻസസ് അധികമായിട്ടാണുള്ളത്. ബട്ട് ഗോഡ്സില ഭയങ്കര പവർഫുള്ളാണ്. ഏത് വില്ലനാണ് ഇനി വരാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ബട്ട് എന്തായാലും ഗോഡ്സിലേക്ക് ഒരു പ്രോജക്റ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല നമ്മുടെ കോങ്ങിനും ഒരു സോളോ പടം ഉണ്ടാവും. ഈ ഗോഡ്സില എക്സ് കോങ്ങിൻ്റെ സീക്വലിന് മുമ്പായിട്ട് തന്നെ കോങ്ങിൻ്റെ ഒരു സോളോ പടം അവർ കൊടുത്തിരിക്കും. കാരണം ഇപ്പം കോങ് വന്ന് ഹോളോ എർത്തിൻ്റെ കിങ് ആയിട്ട് മാറിയിട്ടുണ്ട്, കിങ് കോങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഇവർക്ക് സൂപ്പറായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു. കോങ്ങിനെ വെച്ച് നല്ല കഥകൾ പറയാനുണ്ട്. ഹോളോ എർത്തിനെ ഫോക്കസ് ചെയ്തും ഇപ്പം കോങ്ങിൻ്റെ കൂടെ ഷീമോ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കോങ് എങ്ങനെ കിങ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ഏപ്സൊക്കെ കോങ്ങിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ആ രീതിയിലൊരു അമേസിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി കോങ്ങിനെ വെച്ച് പറയാം. സോ അപ്പോൾ എന്തായാലും കോങ്ങിനെ വെച്ച് ഒരു പ്രോജക്റ്റ് ഉണ്ടാകും ഹോളോ എർത്തുമായി ബന്ധപ്പെട്ട്. ചിലപ്പം കിങ് കോങ് എന്ന ടൈറ്റിലായിരിക്കാം ചിലപ്പോൾ പടം റിലീസാകാൻ പോകുന്നത്. സോ എന്തായാലും വേറെ ലെവലായിരിക്കും ആ ഒരു മൂവി. പിന്നെ ഇത് മാത്രമല്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ചില പ്രോജക്ട്സ് വന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നത്, അതായത് പ്രീക്വലായിട്ട് ഈ ഷിമോനെ വെച്ചും അതേപോലെ ഈ സ്കാർ കിങ് എങ്ങനെ ഷിമോനെ കൺട്രോളിലെടുത്തു, ആ ഒരു രീതിയിലൊക്കെ ഉള്ള മൂവീസൊക്കെ പ്രീക്വലായിട്ട് വന്നാൽ കൊള്ളാമെന്ന് എനിക്കൊരു തോട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പം ഗ്രേറ്റ് ടൈറ്റൻ വാർ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രേറ്റ് ടൈറ്റൻ വാർ എന്താണെന്നൊക്കെ വെച്ച് അതിനുമായി ബന്ധപ്പെട്ട ഒരു പ്രീക്വൽ പ്രോജക്റ്റൊക്കെ വന്നാൽ സൂപ്പറായിരിക്കും എന്നാണ് തോന്നുന്നത്. സോ വരാൻ ചാൻസ് ഇല്ല, ബട്ട് ഞാൻ പറഞ്ഞത് വന്നാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ലാസ്റ്റായിട്ട് ഈ ഗോഡ്സില എക്സ് കോങ് എന്നൊരു പേരിൽ ഒരു മൂവിയും എന്തായാലും വരും. കാരണം ഗോഡ്സില എക്സ് കോങ്ങിൻ്റെ സീക്വൽ എന്തായാലും വരും. അതായിരിക്കും ലാസ്റ്റ് മൂവി. അപ്പം അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഈ പറഞ്ഞ മൂവീസൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗോഡ്സില കോങ്ങിൻ്റെ ഒരു ടീമപ്പ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ആരാണ് വില്ലനെന്ന് അറിഞ്ഞുകൂടെ. ചിലപ്പം ഡിസ്ട്രോയ് ആയിരിക്കാം വില്ലനായിട്ട് വരാൻ പോകുന്നത്. കാരണം ഡിസ്ട്രോയ് ആണ് ഭയങ്കര പവർഫുൾ ടൈറ്റൻ, ഈ മോൺസ്റ്റർവേഴ്സിലെ ഒരു താനോസ് എന്ന് പറയാം. അപ്പോൾ ഡിസ്ട്രോയ് ഇറക്കാൻ ചാൻസസ് ഉണ്ട്. അതിനെ എതിർത്ത് നമ്മുടെ ഗോഡ്സില കോങ്ങും ബാക്കിയുള്ള ടൈറ്റൻസൊക്കെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ലെവലിൽ ഒരു മൂവി ആയിട്ട് ഗോഡ്സില എക്സ് കോങ് അവരെ ഇറക്കാൻ ചാൻസസ് ഉണ്ട്.
അപ്പോൾ ആരാണ് ഇപ്പോൾ ഡിസ്ട്രോയുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഡിസ്ട്രോയുമായി ബന്ധപ്പെട്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഇടയ്ക്കൊക്കെ ഇട്ട വീഡിയോ ആണ്, ജസ്റ്റ് ചാനലെടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം എന്തായാലും ഡിസ്ട്രോയ് ആയിരിക്കും മിക്കവാറും ലാസ്റ്റ് വില്ലനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇനി അപ്കമിംഗ് ആയിട്ട് മോൺസ്റ്റർവേഴ്സിൽ വരാൻ സാധ്യതയുള്ള ചില പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഏത് പ്രോജക്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിങ്ങിന് താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.